മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. ഇന്നത്തെ പ്രഭാതം നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് ഒരു സെക്കൻഡ് നേരം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് നേരം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ ലീഡേഴ്സ്. ഓക്കെ, ഇന്നിപ്പോൾ ഈ ഒരു പ്രഭാതത്തിൽ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് ദൈവം തന്നൊരു വലിയൊരു കരുത്താണ്, വലിയൊരു സമ്പാദ്യമാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ ഭാവി ലൈഫിൽ നമ്മൾ എങ്ങനെ സക്സസ് ആയിട്ട് നമ്മൾ ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ദൃഢപ്രതിജ്ഞയോട് കൂടിയാണ് നമ്മൾ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ, ഏറെ അഭിമാനത്തോടെ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിനിമാമാണ്. കോട്ടയത്ത് തന്നെ അയൽ ലേഡിയാണ്. മാഡത്തിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്പീച്ച് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരു നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാർ തന്നെയാണ്. സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു വിലപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തില് ശരിക്കും വാശിയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എത്ര നന്ദി പറഞ്ഞാലും തീരത്തിൽ ഈ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യം. ഓരോരുത്തരിപ്പം നമുക്കിപ്പോ ഒരു ഡോർ ടു ഡോർ സെയിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഓരോരുത്തരിപ്പം അറിഞ്ഞ് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെയാണെങ്കിലും ഒരു സിസ്റ്റർ എന്നോട് ചോദിക്കുകയായിരുന്നു, സുജ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് കാര്യങ്ങള്, സുജ ഒന്ന് പറഞ്ഞു തരാമോ? ആ ഒരു രീതിയിലേക്ക് നമ്മളെ തിരക്കി ഓരോരുത്തർ വന്നപ്പം ഒന്നും ശരിക്കും പറഞ്ഞാല് അഭിമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും. എത്ര നന്ദി പറഞ്ഞാലും നമ്മള് ശരിക്കും ഇത് കോൺഫിഡൻസോട് നമ്മൾ ഇരിക്കുന്നത് പോലും തന്നെ ഈ പ്രോഡക്റ്റിൽ കിട്ടിയ റിസൾട്ട് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അപ്പം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യൽ ആയിട്ട് തന്നെ ഞാൻ മിനിമാമിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. കാര്യം മിനിമാമിനെ പറ്റി ഞാൻ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ, ആള് ബൈ പ്രൊഫഷൻ ടീച്ചർ ആയിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് ഈ ബൈറ്റോറിയം എന്നൊരു പ്രോഡക്റ്റ് ചേച്ചിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എടുപ്പിച്ചത് ചേച്ചിയുടെ ഫാദർ ആയിരുന്നു. ഫാദറിന് ഈ മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി നല്ല ബോധ്യപ്പെട്ട ഒരാളായിരുന്നു. ആളുടെ നിർബന്ധത്താലാണ് പ്രോഡക്റ്റ് എടുത്തത് പോലും. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് മുന്നോട്ട് എന്തായാലും ഈ ഒരു അവസരത്തിലൂടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകുന്ന ടീമിനെ വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ കോട്ടയത്തെ തന്നെ അയൽ ലേഡിയാണ്, ഞങ്ങളുടെ ചെയർപേഴ്സൺ ആണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ മിനിമാമിനെ വെൽക്കം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം മിനിമാം. താങ്ക് യു സുജ മാം. വെൽക്കം ഓൾ. ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോ എന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ നന്നായിട്ട് തന്നെ സുജാമ പറഞ്ഞു. എന്നെ അറിയാവുന്നവര് എല്ലാവരും തന്നെ ആയിരിക്കും. നമ്മൾ സൂമിൽ കൂടെ കണ്ട് മുമ്പും പരിചയമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ സൂമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സുജ പ്രത്യേക ഒരു കാര്യം എടുത്തു പറഞ്ഞു, റിസൾട്ട്. ആ ഒരു റിസൾട്ടാണ് നമ്മളെ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്, അല്ലെ? നമുക്ക് ജെന്യൂൻ ആയിട്ട് നമുക്ക് പറയാം. അതിലുപരി നമുക്ക് എന്താണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദയവായിട്ട് കൊണ്ട് തന്നു. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളൊന്ന് എത്തിക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ഇന്ന് ഈ ഒരു മോർണിംഗില് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ലിങ്ക് കിട്ടിയെങ്കിലും ഇത്രയും പേര് ജോയിൻ ആയല്ലോ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ലിങ്ക് കാണാത്തോണ്ട് ഞാനോർത്ത് ഇന്ന് കാണത്തില്ലായിരിക്കും ഓർത്തിരിക്കുകയായിരുന്നു. അപ്പം ഏതായാലും ലേറ്റ് ആയിട്ട് തന്നെ ഇന്നലെ വൈകിട്ട് മനോജ് സാറ് വിളിച്ചിങ്ങനെ പറഞ്ഞൊന്ന് സെക്ഷൻ കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാരും വീണ്ടും ഒത്തുകൂടാൻ ദൈവം ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ബിസിനസ്സിലേക്ക്, ബിസിനസ് ആണ് അല്ലെ, നമുക്ക് ഇതിനകത്ത് ഡെയിലി നമ്മൾ ഈ സൂമിൽ കയറിയിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം, അല്ലെ, സക്സസ് ആകണം, എന്തെങ്കിലുമൊക്കെ ആകണം. എല്ലാവരും ഒരു 30 above കഴിഞ്ഞ പേഴ്സൺസ് ആണ് എല്ലാവരും തന്നെ ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് എല്ലാവരും സക്സസ് ആവണം, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. അപ്പം ഈ സക്സസ് ആവാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാണ്. ജസ്റ്റ് എ മിനിറ്റ്.
അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്തു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സക്സസ് ആകണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം നമ്മള് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിന്റെ ഒരു റെസിപ്പി അല്ലെങ്കിൽ വിജയത്തിന്റെ ആ ഒരു കൂട്ട് അല്ലെ എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരാ. അതോടൊപ്പം നമ്മൾ പരാജയപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പം അതാണ് നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 6 മിസ്റ്റേക്സ് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ ഡു. അതായത് പരാജയപ്പെട്ട ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പരാജയപ്പെട്ട ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കാൻ നാം തയ്യാറാവുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് അല്ലെ വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഈ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത്. ഈ 6 മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് ഇവ മനസ്സിലാക്കിയാൽ അല്ലെ നമ്മൾ ഇതില് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാനും അതിനെ തിരുത്താനും ഒക്കെ നമുക്ക് സഹായകരമായിട്ട് മാറുകയാണ്. അപ്പൊ ഏതൊക്കെയാണ് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന ആ 6 മിസ്റ്റേക്കുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള സ്റ്റോപ്പ് ലേണിംഗ് അല്ലെ. നമുക്കറിയാം ഇത് നോളജ് ബേസ്ഡ് ബിസിനസ് ആണെന്നറിയാം, ഇത് കണ്ടിന്യൂസ് ലേണിംഗ് വേണമെന്നറിയാം. എങ്കിൽ കൂടെ നമ്മളൊക്കെ അതിൽ നിന്നൊരു മനസ്സ് മടിക്കുന്ന ഒരാളാണല്ലോ. ഇനി ഇത് എന്താ പഠിക്കേണ്ടത്, ഇനിയും പഠിക്കണോ, അതൊക്കെ നമ്മുടെ ഒരു മടിയാണ്. പക്ഷെങ്കിൽ പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ലേണിംഗ്. പഠനം എന്ന ഒരു പ്രക്രിയ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചു, കോളേജുകളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളായിട്ടും ഒക്കെ പഠിച്ചു. ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയും പുതുതായിട്ടൊന്നും പഠിക്കാനില്ല എന്ന ഒരു ചിന്തയിലേക്ക് എത്തുവാണ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മതിയില്ലേ, ഈ കാര്യങ്ങൾ കൊണ്ടൊന്ന് മുന്നോട്ടൊക്കെ അങ്ങ് പോകാം, ഇങ്ങനെ മുന്നോട്ട് പോയാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? പുതുതായിട്ടൊന്നും പഠിക്കാൻ തയ്യാറാവില്ല. അതായത് നമ്മളിപ്പം ശരിക്കും നമ്മൾ ഈ പ്രൊഫഷനിൽ തന്നെ എടുക്കാം, മാഗ്നറ്റിക് തെറാപ്പി. അത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഇനി ഇതിൽ കൂടുതൽ എന്നാ പഠിക്കണം, എന്ന് സൂമിൽ കയറിയത് എന്നാ പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള മെന്റാലിറ്റി ഉണ്ട്. അവരൊന്നും എങ്ങും എത്തത്തില്ല. കാരണം ഡെഡിക്കേഷൻ ഇതിനകത്ത് വേണം. നമുക്ക് പഠിക്കണം. അല്ലെ വിജയിച്ച ആളുകളെ ഒന്ന് എടുത്തു നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവർ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. എല്ലാ ദിവസവും പുതുതായി എന്തെങ്കിലും പഠിക്കുക, അല്ലെ പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അഗ്രഗണ്യനായി മാറുക, അങ്ങനെ പഠിക്കുന്ന ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തികളാണ് വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത്. പക്ഷെ പരാജയപ്പെടുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ലേണിംഗ് എന്ന് പറയുന്ന അല്ലെ പഠനം എന്ന് പറയുന്ന പ്രോസസ് അവിടെ നിർത്തിവെക്കുകയാണ്. അവർ മുമ്പോട്ട് പഠിക്കാൻ തയ്യാറാവത്തുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലേണിംഗ് എന്നുള്ള ഒരു കാര്യം. അതായത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയാണോ, അതോ പഠിച്ചതൊക്കെ മതി, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ എന്ന് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് നമ്മൾ കൃത്യമായിട്ട്, നമുക്ക് എന്ത് അപ്ഡേഷൻ വന്നാൽ അന്നേരം തന്നെ നമുക്ക് മനോജ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതൊന്ന് എടുത്ത് നോക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ്. മനസ്സിലായില്ലേ? അതൊന്ന് എല്ലാം ഇങ്ങനെ എളുപ്പത്തിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അന്നേരം ഒരു കാര്യങ്ങൾ നടത്തുന്നതാകാതെ നമ്മൾ ഇതിനകത്തൊന്ന് പഠിക്കുക ആത്മാർത്ഥമായിട്ട്. അത്ര കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് ചെറിയ അപ്ഡേഷൻസ് വരും. ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു, അത് ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് ലേണിംഗ് തന്നെയാണ്. ഇതിനകത്ത് നമ്മളൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുക. നോളജ് ഇല്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് വേർഡ്സുകൾ കിട്ടത്തില്ല, നല്ലൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. നമുക്ക് ഈ കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ജെന്യൂൻ പ്രോഡക്റ്റ്, ജെന്യൂൻ റിസൾട്ട്, അത് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാവോ? മാഗ്നറ്റിക്സിനെ പറ്റിയാണെങ്കിൽ തന്നെ അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ നോളജുകൾ നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിൽ നിന്ന് നമുക്കറിയത്തില്ല, ചോദിച്ച് മനസ്സിലാക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി ഉണ്ട്. പെട്ടെന്ന് എവിടെ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ അസോസിയേറ്റ് നമ്മളോടൊരു വിവരം ചോദിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ നല്ലൊരു അറിവുള്ള വ്യക്തികളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരും അങ്ങനെയായി മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റോപ്പ് ലേണിംഗ് എന്നുള്ളൊരു പ്രക്രിയ
അതാണ് അൺസക്സസ്ഫുൾ ആകുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതൊക്കെ മാറ്റിവെക്കുക, നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ, അല്ലെ സക്സസിലേക്ക് പോകണമെങ്കിൽ ഞാനും എന്റെ കൂട്ടാളികളും അല്ലെ അവരെ ഒന്ന് വിജയത്തിലേക്ക് നിർത്താനായിട്ട് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തൊക്കെ എത്ര ടൈം ഇതിനു വേണ്ടി പഠിക്കാനായിട്ട് ചെലവഴിച്ചു, ഇതൊക്കെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ മൈൻഡ് സെറ്റ്. ഇതിനെ ഈ ഒരു കസ്റ്റമർ നമുക്കറിയാം അല്ലെ, വാങ്ങുന്ന ആള് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള്. ഇപ്പൊ ഒരു കസ്റ്റമർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു കസ്റ്റമർ ആണെന്ന് ചോദിക്കുക പക്ഷെ നമ്മൾ ഈ ഒരു സൂമിൽ ഇരിക്കുന്ന എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലേ. നമ്മളെല്ലാരും ഡിസ്ട്രിബ്യൂട്ടർ മൈൻഡ് സെറ്റോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ ഇത് സക്സസിലേക്ക് പോകുള്ളൂ. പക്ഷെങ്കിൽ ഇങ്ങനെ വിജയിക്കാതിരിക്കുന്ന ഒരാൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു കസ്റ്റമർ മൈൻഡ് സെറ്റ് നമുക്ക് വേണം, അത് ഫസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ പിന്നെ ശരിക്കും പറഞ്ഞാല് എപ്പോഴും നമ്മൾ ഈ കസ്റ്റമർ മൈൻഡ് സെറ്റ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും ഈ പരാജയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കടയിൽ നമ്മൾ സാധനം വാങ്ങാൻ വന്ന കസ്റ്റമറെ എടുത്ത് പരിശോധിക്കാം. അദ്ദേഹം എന്താണ് എപ്പോഴും അക്ഷമനായിട്ടിരിക്കും, ക്ഷമയില്ലെന്ന്, പെട്ടെന്ന് തന്നെ സാധനം കിട്ടണം പോകണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ആ ഒരു കസ്റ്റമർ വരുന്നത്. എന്നാൽ ബിസിനസ്സുകാരനായിട്ട് തന്റെ കടയുടെ മുമ്പിൽ ഒരു 10 പേര് നിന്ന് കഴിഞ്ഞാലും ആ 10 പേരെയും ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്ത് ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരിക്കും. അപ്പം ബിസിനസ് മാൻ എന്നുള്ളത് ശരിക്കും നമുക്ക് നല്ലൊരു ക്ഷമ അത്യാവശ്യമാണ്. നമ്മൾ എത്ര പേരിലേക്ക് ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവിടെ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു രീതി നല്ലൊരു ബിസിനസ് മാനായിട്ട് അറിയാൻ പറ്റും. ജീവിതത്തിലും ഇതുപോലെ അതായത് വിജയിക്കാൻ പറ്റാത്ത ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. ജീവിതത്തിൽ ഇതുപോലെ അക്ഷമയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും അക്ഷമയോടുകൂടി തന്നെയാണ് അത് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് പല സാഹചര്യങ്ങളിലും നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്ഷമ വേണം. പരാജയപ്പെടുന്ന ആളുകൾ അക്ഷമയുടെ ഉദാത്തമായ ഉദാഹരണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം ഇവര് കുറച്ച് ചെയ്യും, പിന്നെ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വിട്ട് കളഞ്ഞിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോകും. അത് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതും വിട്ട് കളഞ്ഞിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോകും. അതല്ലാതെ ചെയ്യുന്ന കാര്യം ക്ഷമയോടുകൂടി മുമ്പോട്ട്, അല്ലെങ്കിൽ ഒരു പെർസീവറൻസോടുകൂടി ചെയ്യാനായിട്ട് ഇവർ തയ്യാറാവത്തില്ല. ഇതൊക്കെ തന്നെയാണ് കസ്റ്റമർ മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും വാങ്ങണം, എനിക്ക് കൺസീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഈ പരാജയപ്പെടുന്ന ആളുകൾക്ക്. അതായത് സമയം വിജയിച്ച ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാത്തിലും ഒരു കൺസ്യൂം ചെയ്യുക മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അവര് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മനോഭാവം ഒക്കെ ഉള്ള ആളുകളാണ് വിജയിച്ച ആളുകൾ. അപ്പം നിങ്ങൾക്കുള്ളത് കസ്റ്റമർ മൈൻഡ് സെറ്റ് ആണോ, അല്ലെങ്കിൽ കസ്റ്റമർ മൈൻഡ് സെറ്റ് നല്ലതാണ്, പക്ഷേ എല്ലാ കാര്യത്തെയും കസ്റ്റമർ മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ സമീപിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ്. അപ്പം അവിടെ നിന്നും ഒരു മാറ്റം, ഒരു ക്ഷമ എന്നൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു കാര്യവും അതേപോലെ തന്നെ എല്ലാ കൺസ്യൂം ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്കും ആ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് വേസ്റ്റിംഗ് ടൈം. നമുക്ക് എല്ലാരും അല്ലെ മടി അല്ലെ, പ്രൊക്കാസ്റ്റിംഗ്, നമ്മൾ പിന്നാട്ടെ അല്ലെ, സമയം ഇനി ഉണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കും അല്ലെ. സമയത്തെ വേസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും പരാജയപ്പെട്ട ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇമ്പോർട്ടന്റ് പ്രാധാന്യമൊന്നും ഇല്ലാത്ത അല്ലെ, ഒരു പ്രാധാന്യം ഇല്ലാത്ത കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോ അവര് അർജന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻസ് നമ്മളൊന്നും എന്താണ് അത് മനസ്സിലാക്കി നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും ആയിരിക്കത്തില്ല അത്. പക്ഷെങ്കിൽ അർജന്റായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ അതങ്ങ് തെറ്റിദ്ധരിക്കും. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്നിട്ട് നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. പക്ഷെങ്കിൽ അതിനേക്ക് ഇനി ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് അലസമായിട്ട് അർജന്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഇല്ലാത്ത, ഭാവിയിലേക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ അർജന്റായിട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും. അപ്പം അവിടെ ഒരു അങ്ങോട്ടേക്കായിരിക്കും പൂർണ്ണ ശ്രദ്ധയും പോകുന്നത്. അപ്പം അവിടെ ഇവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒക്കെ ഒരു പ്രൊഡക്റ്റീവായ റിസൾട്ടുകൾ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ലെന്ന്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവിടെയൊന്നും ഒരു
റിസൾട്ട് കിട്ടുന്നില്ല. എപ്പോഴോ ഏതെങ്കിലും കാലത്ത് ചെയ്യേണ്ട കാര്യത്തിനായിരിക്കും ഇപ്പൊ അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവരുടെ സമയം നമ്മുടെ വിലപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് അവിടെ കളയാണ്. അതേസമയം വിജയിച്ച ആളുകൾ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവരുടെ ഫോക്കസ്. ആ ഇമ്പോർട്ടന്റ് ആയ കാര്യം അർജന്റായി ചെയ്യേണ്ട കാര്യം ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഇപ്പോൾ തന്നെ അവർ പ്രവർത്തിക്കാൻ തയ്യാറാകും. സമയത്തെ അവർ വേസ്റ്റ് ചെയ്യാറില്ല. സമയത്തെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന എന്താണ്, തീർച്ചയായും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 24 hours ആണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ വിജയിച്ച ആളുകൾ ആ ഓരോ മൊമെന്റിനെയും ആ ഓരോ നിമിഷത്തെയും ബുദ്ധിപരമായ രീതിയിലും ആരോഗ്യപരമായ രീതിയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചില സമയം പരാജയപ്പെടുന്ന ആളുകൾ അവര് ഈ ഒരു സമയത്തെ അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയും അവർ സമയത്തെ വേസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സമയം നമ്മൾ എന്താണ് തക്കത്തിൽ ഉപയോഗിക്കുക. നിങ്ങൾ സമയത്തെ വേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, ആ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണോ, അല്ലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സ്വഭാവത്തെ അതിജീവിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം പരാജയപ്പെടുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ടൈം വേസ്റ്റ് ചെയ്യുക, സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഓരോ മൊമെന്റും നമ്മൾ വിലപ്പെട്ടതാക്കുക. ഏതെങ്കിലും ഇപ്പൊ നമുക്ക് ഇന്ന് വർക്കില്ല, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് പഠിക്കാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമുക്ക് നമ്മളുടെ ഈ ഒരു ഏറ്റെടുത്തിന് പ്രൊഫഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. നമുക്ക് പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഓരോ ദിവസവും നമ്മുടെ ഈബട്ടൂർ എന്ന പ്രൊജക്ടിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനും അതിന് വർക്കിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സമയം നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ സമയം ഫിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു സക്സസിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദാൻ ഗിവൻ വാല്യൂ. ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദാൻ ഗിവിംഗ് വാല്യൂ. മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാം, എന്ത് എനിക്ക് കിട്ടും, എനിക്ക് എന്താണ് കിട്ടുന്നത്, ഇത് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പോകും, അല്ലെ? നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പലതരം പേഴ്സണിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാറ്റഗറി, അതായത് മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്താണ് കിട്ടുന്നത്, ഇത് മാത്രമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്ത. അപ്പൊ എനിക്ക് എന്ത് കിട്ടും എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ? ഇല്ലല്ലേ? നമുക്കൊക്കെ എല്ലപ്പോഴും കിട്ടണം, അല്ലേ? പക്ഷെ അത് മാത്രമാണ് നമ്മുടെ ചിന്തയെങ്കിലോ? വല്ലപ്പോഴും ഒക്കെ അല്ലേ നമുക്കും കിട്ടണം. എനിക്ക് എന്ത് കിട്ടും എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്നതാണ് ഇവിടെ തെറ്റ്. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് എനിക്കൊരു ക്രിയേറ്റർ ലെവലിൽ ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകണം. നമ്മൾ ഇന്ന് വരെ എന്താണോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പിടിക്കുക. കാരണം വിജയിച്ച ആളുകൾ ക്രിയേറ്റേഴ്സ് ആണ്. അവർ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുകയും അല്ലെ ആളുകളുടെ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുകയും ഒരു സൊല്യൂഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് വിജയിച്ച ആളുകൾ. പരാജയപ്പെടുന്ന ആളുകൾ സൊല്യൂഷൻ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒക്കെ മേടിച്ചതിൽ ഒരു ഉപഭോക്താക്കളാക്കി മാറുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനോഭാവം കൂടി നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കണം. ഞാൻ പറഞ്ഞത് ഇന്ന് വരെ നമ്മൾ എന്തായിരുന്നു ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി സക്സസ് ആകണമെങ്കിൽ നമ്മൾ വേറൊരു മനുഷ്യൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ അല്ലെ എത്ര സൂമിൽ കൂടെ കയറി എത്ര ക്ലാസ് കേട്ടാലോ എത്ര മോട്ടിവേഷൻ കേട്ടാലും ഒന്നും നമ്മൾ അവനവനായിട്ട് ചിന്തിച്ച് നമുക്കേ മാറ്റാൻ പറ്റും. മറ്റൊരു വ്യക്തിക്കും നമ്മളെ മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. നല്ലത് അവരും ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം പരാജയപ്പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് എനിക്ക് എന്ത് കിട്ടുമല്ലോ, അതായത് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദാൻ ഗിവിംഗ് വാല്യൂ. എന്താണ് ഇങ്ങോട്ട് കിട്ടുന്നത്, എല്ലാം എനിക്ക് ആ ഒരു സെൽഫിഷ് മനോഭാവം മാറ്റിയെടുക്കുക. അതൊക്കെ ഒന്നും സക്സസ് ആകത്തില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും
പരാജയപ്പെടുന്ന വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവം. അപ്പം അതായത് വാട്ട് ഗോസ് റൗണ്ട് കംസ് എറൗണ്ട് എന്നാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മളിൽ നിന്ന് പോകുന്നത് അത് കറങ്ങിത്തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുമെന്ന്. അപ്പം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ എനിക്ക് കിട്ടണം എന്ന് ആലോചിക്കാതെ എനിക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ തുടങ്ങുന്നു. നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെല്ലാം കൊടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിന്ന് കൊണ്ടുവരാം. ഈശ്വരൻ നമുക്ക്, അല്ലെ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് അതിനുള്ള സാഹചര്യം നമുക്കും എത്തിച്ചു തരുവാണ് ചെയ്യുന്നത്. അതൊക്കെ അല്ലേ നിങ്ങളൊന്ന് നമ്മുടെ ലൈഫിലൊന്ന് പരീക്ഷിച്ച് നോക്കാം, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നിങ്ങൾ പോലും അറിയാതെ മറ്റൊരു ഭാഗത്ത് നിന്ന് നല്ലൊരു കാര്യങ്ങൾ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിരുത്തി നല്ലതായിട്ട് ഓപ്പൺ ആയിട്ട് എല്ലാരെയും കരുതി ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പല പ്രശ്നങ്ങളും മുന്നോട്ട് വരാം. ലൈഫില് മനുഷ്യനാണ്, പല പല കാറ്റഗറി അല്ലെ, പല സ്വഭാവത്തിലുള്ള ആൾക്കാരെ നമ്മൾ അപ്പൊ ഇതൊക്കെ എല്ലാം ഈ പറഞ്ഞ എനിക്കാണെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ, അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ചേഞ്ച് വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ലിസണിങ് ടു ഡിസ്കറേജിങ് പീപ്പിൾ. നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ബിലീഫിനെ ഒക്കെ തകർക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ആളുകൾക്ക് ചെവി കൊടുക്കുന്നതാണ് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാന മിസ്റ്റേക്ക്. അതായത് നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റുവട്ടത്തിലും പല ടൈപ്പ് അല്ലെ, നമ്മുടെ കൂട്ടുകാരെന്ന് കരുതുന്നത് ചിലപ്പോൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യാം അല്ലെ. അവർക്കൊന്നും ആർക്കും നമ്മളുടെ ഒരു ഉയർച്ചയൊന്നും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് ജലസിയോടെ ആയിരിക്കാൻ നോക്കുന്നത്. പുറമെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ നമ്മൾ ജെന്യൂൻ ആയിട്ട് നോക്കുക, നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ വേണം. അതിൽ തന്നെ നമ്മളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണെന്ന് അവരുമായിട്ട് ഇടപെടി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പൊ ശരിക്കും നമ്മളെ തകർക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ വാക്കുകൾ അല്ലെ അവർക്ക് ചെവി കൊടുക്കുന്നതാണ് ഈ പരാജയപ്പെട്ട ആളുകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും അല്ലെ എത്ര കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ നിങ്ങളെ ഒന്നിനും കൊള്ളില്ലാന്നും നിങ്ങൾ മോശക്കാരനാണെന്നും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായും പരാജയപ്പെട്ടു പോകണമെന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നിങ്ങൾ ആ വ്യക്തികൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അറിയാതെ തന്നെ നിങ്ങളുടെ വിശ്വാസമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റിലാണ് വളരുന്നതെങ്കിൽ ആ എൻവയോൺമെന്റ് നിങ്ങളെ നശിപ്പിക്കാൻ മാത്രമേ കാരണമാകത്തുള്ളൂ. അതായത് പരാജയപ്പെടുന്ന ആളുകൾ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളുടെ വാക്കുകൾക്കാണ് എപ്പോഴും വാല്യൂ കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ നടുക്കാണ് ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണഗതിയിൽ ഇടപെടാറുള്ളത് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിജയിച്ച ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്നും അവരെ അതായത് ശരിക്ക് നമുക്കറിയാം, നമ്മള് സക്സസിലേക്ക് എത്താനായിട്ട് പോകുമ്പം ഇത് കൊള്ളത്തില്ല, അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർ തന്നെ നമ്മളെ പല കാര്യങ്ങളും നമ്മളെ ഡിസ്കറേജ് ചെയ്യും. നമുക്കറിയാം, നമുക്ക് അനുഭവമാണ്, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അപ്പം നമുക്ക് അവിടെ പരാജയപ്പെടാനുള്ളൊരു സാധ്യത അവിടെ പരാജയപ്പെട്ട് നമ്മൾ പോവുകയാണ്. അതേസമയത്ത് വിജയിച്ച ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവരെ എൻകറേജ് ചെയ്യുന്ന ആളുകളുടെ നടുക്കായിരിക്കും എപ്പോഴും ഉള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ മനോജ് സാറിന്റെ ഒക്കെ നമ്മുടെ മെന്റർ ആണ് അല്ലെ, നമ്മുടെ എല്ലാം ആണ്. അപ്പൊ നമുക്ക് സാറിനോടൊക്കെ സംസാരിക്കാൻ നമുക്കൊരു പോസിറ്റീവ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം, നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തി നമ്മളെ എൻകറേജ് ചെയ്യണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എൻകറേജ് ചെയ്യുന്ന അല്ലെ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് മതി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കൂട്ടുകെട്ട്. അല്ലാത്തവരെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ തളരും, അയ്യോ ഇനി എന്നാ ചെയ്യേണ്ടത്, നമുക്ക് തന്നെ പല ചിന്താക്കുഴപ്പത്തിലാവും. ഇങ്ങനെ എന്താണ് ഡിസ്കറേജ് ചെയ്യുന്ന പീപ്പിളിന്റെ കാര്യങ്ങൾ കേട്ട് നമ്മൾ ഡീമോട്ടീവ് ആവും. അവസാനം നമ്മൾ തന്നെ അങ്ങ് പരാജയപ്പെട്ടു പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വിജയിച്ച ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവരെ എൻകറേജ് ചെയ്യുന്ന ആളുകളുടെ നടുക്കായിരിക്കും എപ്പോഴും ഉള്ളത്. കാര്യങ്ങളെ നല്ല ഉഷാറായിട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ അല്ലെ ഒരു ശക്തി കിട്ടാൻ ഇത് സഹായകമാവുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റും ആരാണ് ഉള്ളത്, ആ എൻവയോൺമെന്റ് ഏതാണ് അല്ലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക്
ഡിസ്കറേജിങ് പീപ്പിളിന് ചെവി കൊടുക്കുക, അല്ലെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെവി കൊടുക്കുന്ന ഒരു ശീലം. അത് നമ്മൾ ഡെയിലി ഇതാ കേട്ട് 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 വരുന്നെങ്കിൽ എന്താവും, നമ്മളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീൽഡിൽ നിന്നേ ഔട്ട് ആവുകയാണ്. അപ്പൊ ആ ഒരു ശീലമൊക്കെ മാറ്റി വെച്ചിട്ട് അതിനെ അതിജീവിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഫെയിൽ ടു പ്ലാൻ. ഫെയിൽ ടു പ്ലാൻ അതിനകത്ത് തന്നെ ഉണ്ട് എന്താണെന്നുള്ള വിശദമായിട്ട്. അതായത് പരാജയപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അത്. പരാജയപ്പെടുന്ന ആളുകൾ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കില്ല. അതാ ഞാൻ പറഞ്ഞ ആ ഒരു വേർഡിൽ തന്നെയാണ് ഫെയിൽ ടു പ്ലാൻ. അവര് ആ ഒരു പ്ലാനിൽ തന്നെ അവർ ഫെയിൽ ആകുകയാണ്. അങ്ങനെ ഒരു പദ്ധതിയൊന്നും അവർ ഒരുക്കാറില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ഇഫ് യു ഫെയിൽഡ് ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. ഇഫ് യു ഫെയിൽഡ് ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. നിങ്ങൾ ഒരു പദ്ധതി ഒരുക്കാനായി പരാജയപ്പെട്ടാൽ, നിങ്ങൾ പരാജയപ്പെടാൻ ഒരു പദ്ധതി ഒരുക്കിയ പോലെയാണ്. അതായത് നമ്മളൊരു പദ്ധതി ഒരുക്കാനായിട്ട് നമ്മൾ പരാജയപ്പെടും. അപ്പൊ നിങ്ങൾ പരാജയപ്പെടാൻ ഒരു പദ്ധതി ഒരുക്കിയ പോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്ലാൻ ഒരുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു പദ്ധതി ഒരുക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതൊരു ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, ഇടത്തരോ അല്ലെങ്കിൽ വലിയ കാര്യമൊക്കെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്ലാനോട് കൂടി നമ്മൾ ചെയ്യണം. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടായി അങ്ങനെ നമുക്ക് തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് കഴിയും. അപ്പൊ വിജയിച്ച ആളുകളൊക്കെ അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരുക്കുന്ന ആളുകളാണ്. അല്ലെ ഒരു മാസത്തേക്കാണെങ്കിലും അല്ലെ ഒരു വർഷത്തേക്കാണെങ്കിലും അല്ലെ ഒരു ലോങ് ടേം ഗോൾ ആണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു പദ്ധതി ഒരുക്കി ഒരു പ്ലാനിലൂടെ സഞ്ചരിക്കുകയും ഉണ്ടാകേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതേസമയം പരാജയപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത് മറന്നു പോകും, അല്ലെ? ഇത് ചെയ്യുന്ന ആളുകൾ അല്ലെ ഇത് മറന്നു പോയിട്ട് ഇതൊന്നും ചെയ്യാറില്ല. നമുക്ക് ചുറ്റും ഒരു എന്താ പറയുക, ഒരു പ്ലാൻ ഒരുക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്ത് നമുക്ക് തുടങ്ങണം. ഇന്ന് വരെ ഞാൻ പറഞ്ഞില്ല എന്ത് വരും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഒരു മൊമെന്റിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് ഓരോ പ്ലാനുകൾ ഒരുക്കി അല്ലെങ്കിൽ ഒരു ചാർട്ട് റെഡിയാക്കി തന്നെ നമ്മുടെ ഒരു വർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു പൊതുവേദിയിൽ സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോഴാണെങ്കിലും അല്ലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അല്ലെ പോകുന്ന സമയത്ത്, അല്ലെ നമുക്ക് ഒരു സൂമിൽ സംസാരിക്കാനുള്ള സമയത്ത്, അല്ലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്ലയന്റിനെ കാണാൻ പോകുന്ന സമയമാണെങ്കിലും ഇത്തരത്തിലുള്ള ഓരോ സാഹചര്യത്തിലും നമ്മളൊരു പ്ലാൻ ഒരുക്കി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് വഴികൾ ഈസി ആകും. അപ്പം നമ്മളിപ്പം ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുകയാണ്, അല്ലെ? അത് വെറുതെ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മേഖലയിലാണ് ഞാനിപ്പോ കൈവച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല. അപ്പം ഇതിനെ നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി മെനക്കെട്ട് ചിലപ്പോൾ നോട്ടുകൾ ബുക്കുകളൊക്കെ വായിക്കാം. അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം നമ്മളോട് എന്റെ മെന്റർ പറയുകയാണ് നാളെ സൂമിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനവിടെ നോ പറയത്തില്ല. കിട്ടിയ അവസരം ദയവായിട്ട് എനിക്കൊരു അവസരം തന്നു, അപ്പൊ അതിന് സംസാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, നമുക്കൊരു എഫേർട്ടിനകത്തുണ്ട്, അല്ലെ? നമ്മൾ അതിനകത്ത് ചുമ്മാ ഒന്നും നമുക്ക് പെട്ടെന്നൊരു കാര്യങ്ങൾ, അതിനൊരു പ്രിപ്പറേഷൻ വേണം. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഏത് കാര്യത്തിലും ഒരു പ്ലാൻ വേണം. നമ്മൾ ഒരു പദ്ധതി ഒരുക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ, പക്ഷെ വിജയിക്കാത്ത ആൾക്കാരെന്താണ് ഇതിനൊന്നും മെനക്കെടാറില്ല, അല്ലെ? ഫെയിൽ പ്ലാൻ, അവർക്ക് പദ്ധതി പോലും അവർക്ക് ഉണ്ടാക്കില്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ 6 കാര്യങ്ങളും എന്നോട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ്, സ്റ്റോപ്പ് ലേണിംഗ്. അത് നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇത് നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ആരുടെ ആവശ്യമില്ലെന്ന് നമുക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും എന്തും ഡൗട്ട് ചോദിച്ചാൽ അയ്യോ അത് എനിക്ക് അറിയത്തില്ല കേട്ടോ, അവിടെ അങ്ങനെ ആകാൻ പാടില്ല. ഇതിനകത്ത് ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യുക ഒന്നും വേണ്ട. നമ്മളൊന്ന് മനസ്സിരുത്തിയാൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അറിവുകൾ നമുക്ക് അനിവാര്യമാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അതുപോലെ കസ്റ്റമർ മൈൻഡ് സെറ്റ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളൊരു ബിസിനസ് മൈൻഡോടുകൂടി, ബിസിനസ് മാന്റെ മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ഇരിക്കുക. ഒക്കെ സക്സസ് ആകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വേസ്റ്റിംഗ് ടൈം, നമുക്ക് കിട്ടിയ അമൂല്യമായ നിധിയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും നിൽക്കുന്ന ഒരുപോലെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. നമ്മളത് സമയം തക്കത്തിൽ വിനിയോഗിക്കുക.
അടുത്തതെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ആൻഡ് ഗിവിംഗ് വാല്യൂ. അതായത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് എനിക്കും ഏറ്റവും എടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഇതൊക്കെ തന്നെയാണ്. നമ്മളെല്ലാം നമുക്ക് എന്നാ കിട്ടും, അയ്യോ എനിക്ക് എന്നാ വരുമാനം കിട്ടും, അത് ചിന്തിക്കാതെ നമ്മുടെ കൂടെ ഉള്ളവർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ. അപ്പൊ എന്താ പറയണ്ടേ, അതിന് എന്താണ് നമുക്ക് ആ സിറ്റുവേഷൻ നമുക്കും കൂടെ നമുക്ക് ഏതെങ്കിലും നമുക്ക് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല നമുക്ക് തിരിച്ചത് അല്ലെ, ദൈവം നമുക്ക് അതിനു വേണ്ടി ആരെങ്കിലും ഒക്കെ നിയോഗിച്ചിരിക്കും. അപ്പം ഇതെന്ത് ചെയ്യും, നമുക്ക് എന്നാ കിട്ടുന്ന ചിന്ത മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാം, നമ്മളെ കൊണ്ട് എന്ത് മറ്റുള്ളവർക്ക് ചെയ്യാം, ആ കാര്യം ചിന്തിക്കുക. ഇപ്പം ഒരു സാധനം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വരുമാനം മേടിച്ചു കൊടുക്കുക, അത് മാത്രമല്ല കേട്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി അതിലേക്ക് ഞാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും നല്ല അറിവുള്ള വ്യക്തികളാണ്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും മറ്റുള്ളവർ എന്നാ കഴിയുന്ന കാര്യം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കി, നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയെ വരത്തുള്ളൂ, അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ലിസണിങ് ടു ഡിസ്കറേജിങ് പീപ്പിൾ. പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളങ്ങ് മാറി നിൽക്കുക, ആയി പറയുക, ഇട്ടേക്ക്, അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ, നമ്മൾ ഇതിനൊന്നും ചെവി കൊടുക്കാൻ പറ്റും. ചെവി കൊടുത്തു കഴിഞ്ഞാൽ എന്തൊന്നും ഇതാ കേൾക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിമോട്ട് ചെയ്യും, നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പൂത്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒത്തിരി പേരൊന്നും വേണ്ട, ഒരു 3-4 പേരുണ്ട് മതി, വേണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിലും മതി. ആ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് എന്തിനാണ്, നമുക്ക് ബിസിനസ് ജയിക്കണം അല്ലെ, വിജയിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സ് വേണ്ടാന്നോ അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കളയാനൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൂടെ ആയിരിക്കണം നമുക്ക് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിൽ ടു പ്ലാൻ. എന്താണ്, നമുക്ക് ശരിക്കും പരാജയപ്പെടുന്ന ആളുകളൊക്കെ ചെയ്യുന്നൊരു പ്രത്യേകത, അവര് ഒരു പദ്ധതി ഒരു പ്ലാനും ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടി പ്ലാൻ ഒഴിക്കാൻ പറഞ്ഞില്ലേ, ഷോർട്ട് ടൈം ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും എന്ത് പ്ലാൻ ആണെങ്കിലും നമ്മൾ നല്ലതായിട്ടൊരു പദ്ധതി ഒരുക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനിയും പ്രത്യേകിച്ച് ഇനിയും എടുത്തു പറയേണ്ട കാര്യം ഒന്നുമില്ല. ഇനി സൂമിൽ കയറിയിരിക്കുന്ന ഇന്ന് ഇതിനകത്ത് എത്ര പേരുണ്ടോ അവർക്കൊക്കെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ആകണം അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിലപ്പെട്ട സമയം അല്ലെ, രാവിലെ എന്ന് പറയുന്ന നല്ല പ്രഷ്യസ് ടൈമാണ്. നമുക്ക് വേറെ ഒരു ശ്രദ്ധയിൽ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മുടെ നല്ല ബ്രെയിനും ഒക്കെ നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ. അപ്പം രാവിലെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ നമ്മൾ സൂം ഓണാക്കി നമ്മളെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങണം എന്ന് ചിന്തിച്ചാൽ പോലും നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ രാവിലെ സൂമിൽ കയറുന്നത് എന്താണ്, നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നല്ലേ നല്ല കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ. അപ്പൊ നമുക്കൊരു ദിവസം നന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം നല്ലതായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സൂമൊക്കെ. ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഒരു പാർട്ടായിട്ട് കാണുക. ഞാൻ പറയുന്നത് ഫസ്റ്റ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന നല്ലൊരു പാർട്ടാണ് ഈ മോർണിംഗ് സെഷൻ അല്ലെ, മോർണിംഗ് സൂം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, ഓരോരുത്തരും ഓരോ ടോപ്പിക്കായിട്ട് സംസാരിക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടുക. പറഞ്ഞോണം, ഞാനൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒത്തിരി നേരം മെനക്കെട്ടിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ. ഇതിനു വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്യണം, അല്ലാതെ നമ്മൾ എന്നും കേൾക്കാനായിട്ട് ഇരിക്കാതെ ഇതിനകത്തുള്ളവരെല്ലാരും തന്നെ ഓരോ ദിവസവും ഓരോ നമ്മൾ പറഞ്ഞൊക്കെയാണ് നമ്മളെല്ലാരും എക്സ്പേർട്ട് ആകുന്നത്. അപ്പം നമ്മൾ മാറി നിൽക്കാതെ എല്ലാവരും മുന്നോട്ട് വരണം, നമുക്ക് ഒരുമിച്ച് വിജയിച്ച് മതിയാകത്തുള്ളൂ. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരം ചെറുതല്ല എന്ന് നിങ്ങൾ എല്ലാവരും, എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതിനെ നമുക്കറിയാം, നമുക്ക് മുന്നോട്ട് പോകുമ്പം മാനേജ്മെന്റ് വലിയ പ്രധാനമായിട്ടൊരു ഘടകമാണ്. നമ്മൾ നല്ല രീതിയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം, അതിനെ കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥം, അതായത് നമുക്ക് അത് സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ഒക്കെ വരാൻ മുന്നോട്ട് അല്ലെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈഫിലാണല്ലേ നമുക്ക് ഏറ്റവും ഇറക്കങ്ങൾ ഉണ്ടാകും. ആ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഇറങ്ങി നിൽക്കുക, അതായത് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും നമ്മളുടെ ബെസ്റ്റ് നമ്മൾ പുറത്തെടുക്കും. മറ്റുള്ളവർ എന്ത് വേണേ പറഞ്ഞോട്ട് അത് പറയും, നമ്മളുടെ മരണം വരെ നമ്മളത് കേൾക്കും. പക്ഷെ അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ വാശിയോടുകൂടി, നമ്മളോട് തന്നെ ഒരു വാശി വേണം, നമുക്ക് മറ്റുള്ളവരോടൊന്നും വാശി വേണം, നമുക്ക് നമ്മളോട് തന്നെ ഒരു വാശിയോടുകൂടി ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു
ഹെൽത്തി കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി അല്ലെ, ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. അങ്ങനെ വേണം, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ തോപ്പിച്ചിട്ട് ഇവിടെ വിജയിക്കാൻ ആർക്കും ഒന്നും സാധിക്കത്തില്ല. അപ്പം ഞാൻ പറയാം, നമുക്ക് കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഏതെങ്കിലും ഒരു സെന്റൻസ് കൊണ്ട് എന്റെ ഒരു കാര്യം ഞാൻ ഈ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയെങ്കിൽ ഈ ഒരു മോർണിംഗ് സെക്ഷൻ ധന്യമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു മിനി മാം. എല്ലാവർക്കും വളരെ കുറച്ച് സമയം മിനിമം എടുത്തെങ്കിൽ പോലും അത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രയോജനം, ലൈഫിലായാലും ബിസിനസ്സിലായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് ആണ് മിനിമം തന്നത്. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാവരും നോട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് മിനിമം. കാര്യം നമുക്കറിയാം, ആളുടെ പ്രൊഫഷൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഏത് മെത്തേഡിലാണ് നമുക്കത് പറഞ്ഞു തരേണ്ടതെന്നുള്ളത് ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അകമഴിഞ്ഞ നന്ദി മിനിമം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പവർ, നമ്മുടെ ഓരോരുത്തരുടെയും കാണപ്പെട്ട ദൈവം തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറ്. കേരളത്തില് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം, നമ്മുടെ ഹൃദയത്തിൽ പതിച്ചൊരു വ്യക്തിത്വമാണ്. കാര്യം സാഗർ ജോഷി സാറ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വ്യക്തിത്വം മനോജ് സാറാണ്. ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും അടിയുറച്ച് ഇവിടെ നിൽക്കുന്നതും നമ്മുടെയൊക്കെ സക്സസ് എന്താന്നുള്ളത് ആ സാറാണ് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. അപ്പോ സാറിന്റെ പൊസിഷൻ എല്ലാവർക്കും നമുക്കറിയാം. വളരെ എളിമയോടുകൂടി, കാര്യം എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എനിക്ക് എല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര ഒരു റെസ്പെക്ട് ആണ്. അപ്പൊ സാർ എപ്പോഴും പറയാറുണ്ട്, ദൈവം നമുക്ക് നടത്തി തരും, ദൈവം നമുക്ക് നടത്തി. അപ്പം ആ ഒരു പോയിന്റ് എന്നെ എപ്പോഴും എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ സാറ് നല്ലൊരു ഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു ഇത് തന്നെയാണ് സാറിന്റെ ഒരു സക്സസ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ ഏറെ സ്നേഹത്തോടെ ഞാൻ നമ്മുടെ മോർണിംഗ് സെക്ഷനിലെ പവർ ആയിട്ടുള്ള ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. സാർ പ്ലീസ് വെൽക്കം. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജ മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ആദ്യമായിട്ടൊരു ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഇന്ന് രാവിലത്തെ ലിങ്ക് ഇന്നലെ ഷെയർ ചെയ്യാൻ വിട്ടുപോയി തിരക്കിനിടയിൽ. ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയും അമ്പലവും ഉത്സവം ഒക്കെ ആയിരുന്നു. രാത്രി നമ്മുടെ സൂം ഉണ്ടായിരുന്നു. എന്നാൽ ആരും എന്നെ വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ലീഡർക്ക് സാറേ ആ ലിങ്ക് വന്നില്ല എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ആൾക്ക് എപ്പോഴും എന്നെ വിളിക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് ലിങ്ക് എല്ലാവർക്കും എത്തി. പക്ഷെ നമുക്കറിയാം, എല്ലാ ദിവസവും 6 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും. എല്ലാം സെയിം ലിങ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് കയറിയത്. 130 140 വരെ കയറിയിട്ടുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. ലിങ്ക് കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും സെയിം ലിങ്ക് തന്നെയാണ് എല്ലാ ദിവസവും എന്നുള്ളത് അറിയാം. അതാണ് ഇന്നലെ സംഭവിച്ചൊരു കാര്യം. എന്തായാലും ഇന്ന് അടിപൊളിയായിട്ട് മിനി മാഡം ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്ട്. എന്തുകൊണ്ട് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ പരാജയപ്പെടുന്നു, പരാജയപ്പെട്ടവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു അവയർനെസ് ആണ് ഇപ്പോൾ ഈ സുപ്രഭാതത്തിൽ കിട്ടിയത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ. ബിഗ് കൺഗ്രാജുലേഷൻ മിനി മാഡം, കൺഗ്രാജുലേഷൻ. മിനി മാഡം അവര് പ്രൊഫഷൻ ബൈ ഒരു ടീച്ചറാണ്, കണ്ണൂർക്കാരത്തിയാണ്, ഇരിട്ടിക്കാരത്തി, ഉളിക്കൽക്കാരത്തിയാണ്. അവിടെ നിന്നാണ് കോട്ടയം കാര്യമായി മാറിയത്. ഇപ്പൊ കോട്ടയത്തിന്റെ വലിയൊരാളായി മാറിയിട്ടുണ്ട്. ബൈ പ്രൊഫഷൻ പറഞ്ഞു ടീച്ചറാണ്. ഡയറക്ട് സെല്ലിങ്ങിലേക്ക് അടുത്ത കാലത്താണ് വന്നത്. പക്ഷേ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിതയും ഈ ഇൻഡസ്ട്രിയുടെ ഭാവിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷൻ വിട്ടുകൊണ്ട് 24 hours ഇത് ഏറ്റെടുക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ പ്രൊഡക്റ്റിന് കിട്ടിയ റിസൾട്ട് തന്നെയാണ് അവരെ ഇതിലേക്ക് എത്തിച്ചത്. അടുത്ത കാലത്താണ് എനിക്ക് ഇവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടാനും സംവദിക്കാനുള്ള അവസരം ദൈവം തന്നത്. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ടല്ലോ. അപ്പൊ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ വളരെ നല്ലൊരു ശാന്ത സ്വഭാവമാണ്. ഒരു എടുത്തുചാട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട്, വളരെ ഒരു ടീച്ചറുടെ പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും മനസ്സും മിനി മാഡത്തിന്. ഇപ്പൊ നല്ലൊരു ടീമിനെ നയിക്കുന്നു. കോട്ടയം ടീമിന്റെ ചെയർപേഴ്സൺ ആണ്. നല്ലൊരു ടീമുണ്ട്, നല്ലൊരു അച്ചീവർ ആണ്. ടീമിൽ നിരവധി അച്ചീവേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഒരു സബ്ജക്ട് ചെയ്യാം എന്ന് പറഞ്ഞ നല്ലൊരു അടിപൊളി സബ്ജക്ട്, ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആരും ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്, പരാജയപ്പെടുത്തവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്,
അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞത്. ഒന്ന്, നമ്മളിത് നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്, പഠിക്കാൻ തയ്യാറാകണം. പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ പഠിത്തമൊന്നും ഇല്ല ഇവിടെ. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പഠിക്കണം. നമ്മൾ സിമ്പിൾ പ്രൊഡക്റ്റ് ആണ്. 3 പോയിന്റേ പറയാനുള്ളൂ നമുക്കല്ലേ. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജന്റെ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെന്താണ് റേഡിയേഷൻ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3-4 പോയിന്റുകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സിമ്പിളാണ്. പിന്നെ ഇതെങ്ങനെ ബോഡിയിൽ വർക്ക്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സയൻസ് നമ്മൾ പഠിക്കുക. കാരണം ഒരാളടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് അവർക്ക് തോന്നണം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? നിയോഡേമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം അല്ലെ. കിങ് ഓഫ് ദ മാഗ്നറ്റ് എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ നമ്പർ 1 പവർഫുൾ മാഗ്നറ്റ് ആണ് നിയോഡേമിയം. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സയൻസിൽ അല്ലെ. എലിമെന്റ് ചാർട്ടിൽ 60ാമത്തെ മൂലകമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം, ബേസിക് നോളജ് ഉണ്ടാകണം. ഈ നോളജ് ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ആവേശം ഉണ്ടാവുള്ളൂ. പരാജയപ്പെടുന്നവർക്ക് ഈ നോളജ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോളജ് കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വന്ന ഹോം മീറ്റിങ്ങിലൂടെ ഇരുത്തിയിട്ട് എല്ലാവരെയും വിളിച്ച് ചേർത്തിട്ട്, ചെറിയ ചെറിയ പോക്കറ്റ് മീറ്റിംഗ് വിളിച്ചിട്ട്, ടീം മീറ്റിംഗ് വിളിച്ചിട്ട്, കൂടുതൽ 100-50 വേണ്ട. നിങ്ങൾക്ക് 5 പേരുണ്ടെങ്കിൽ 5 പേരെ നിങ്ങളൊരു ടീം മീറ്റിംഗ് വിളിക്കുക. എന്നിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇനി ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സൂം മീറ്റിംഗ് ഉണ്ട് ഇല്ലേ. രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ടീമിന്റെ മാത്രം ഒരു സൂം മീറ്റിംഗ് ഇടുക. സൂമൊക്കെ ഓപ്പൺ ചെയ്യാം, പൈസയൊന്നും കൊടുക്കണ്ട. അതിന് 45 മിനിറ്റ്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും, ₹1 കൊടുക്കണ്ട. എല്ലാവരും ലീഡേഴ്സും അവരുടെ സൂം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ലീഡേഴ്സിനെ, അതായത് അസോസിയേറ്റ്സിന് പഠിപ്പിച്ചു കൊടുക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓരോ ദിവസം പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം, ഒരു ദിവസം പ്ലാനിനെ കുറിച്ച് പറയാം, ഒരു ദിവസം കമ്പനിയുടെ പ്രൊഫൈൽ പറഞ്ഞു പഠിപ്പിക്കുക, ഒരു ദിവസം ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക. ഈ ഇൻഡസ്ട്രിയിൽ നിന്നാൽ വല്ല ഭാവി ഉണ്ടോ? ഇതൊക്കെ നാളെ പൊട്ടിത്തകരുന്ന ഇൻഡസ്ട്രി ആണോ? ഇതൊക്കെ ഇവിടെ നിരോധിക്കപ്പെടുവോ? ഇങ്ങനെ കുറെ സംശയങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ടീമിന് നിങ്ങൾ നോളജ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് മേഡം പറഞ്ഞത്. നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്, നോളജ് ഷെയർ ചെയ്യണം. ഇപ്പൊ നോളജ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്, ടീമിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡെമോ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. കൂടുതൽ സംസാരിച്ചിട്ട് സമയം കളയുന്നതിന്റെ ഇടയിൽ നിങ്ങളൊരു ഡെമോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ ആളുകളെയും നമുക്ക് പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഈ മിനി മേഡം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ടീമിലേക്ക് വേണ്ട ചെറിയ ചെറിയ നോളജുകളേ ഉള്ളൂ, അത് നിങ്ങൾ അവരവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ അല്ലെ? 10 പേരാണ്, നിങ്ങളെ 10 പേരുടെ ഒരു സൂം വിളിച്ചു വിട്ടുക, അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിംഗ് വിളിച്ചു വിട്ടുക. അവരെ കൊണ്ട് പറയിപ്പിക്കണം, നിങ്ങൾ പറയലല്ല, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അപ്പൊ അങ്ങനെ അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവർക്ക് അറിവ് കിട്ടി അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അവർക്ക് ഫീൽഡിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫീൽഡ് പോകുമ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. കാരണം അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക്, അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നുണ്ടാകുക അല്ലെ. അവിടുന്ന് സംസാരിച്ച ഇച്ചിരി തെറ്റ് പറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവരുടെ ആൾക്കാരാണ് അല്ലെ. അപ്പോ തെറ്റ് പറ്റിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് തിരുത്തി കൊടുക്കാം. ക്ലിയർ ആയി പറഞ്ഞു. അതുകൊണ്ട് നോളജ് ഉണ്ടാവണം. അടുത്ത നമുക്കൊരു കസ്റ്റമർ മൈൻഡ് സെറ്റിലേക്ക് വന്ന ആളുകൾക്ക് ഒരിക്കലും ഇതിനകത്ത് അച്ചീവറായിട്ട് മാറാൻ സാധിക്കില്ല. ഇവിടെ 2 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് കസ്റ്റമർ ഉണ്ട്, ഒന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളെല്ലാം ബിസിനസ് മൈൻഡ് ഉള്ളവരാണ്. അല്ലെങ്കിൽ രാവിലെ വരില്ലല്ലോ, വലിയ ലക്ഷ്യമുണ്ട് നമുക്ക് അല്ലെ. കോടികളാണ് അല്ലെ. ലോട്ടറിക്കാരന്റെ കോടിയല്ല കേട്ടോ, അത് കിട്ടൂല. ഇത് കിട്ടുന്ന കോടിയുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അല്ലെ. നിങ്ങൾ ബസ്സിൽ ബസ്റ്റാൻഡ് കോടി എന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാർ. അത് കിട്ടാൻ പോകുന്ന കോടിയല്ല, അത് ഒരാൾക്കേ കിട്ടുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് അല്ലെ. ഇത് എല്ലാവർക്കും കിട്ടും. ആരൊക്കെ മനസ്സുകൊണ്ട് ഇതിന് തയ്യാറാകുന്നു അവർക്കെല്ലാം നേടാൻ പറ്റുന്ന കോടികളാണ് ബയോടൂറിസത്തിലെ കോടി, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമ്മളെ കസ്റ്റമർ മൈൻഡിൽ നിന്ന് ബിസിനസ് മൈൻഡുകാരാണ് നിങ്ങളെല്ലാവരും. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത എന്താണ്? നമ്മൾ ടൈം മാനേജ്മെന്റ് ആണ് അടുത്തത്. ഏറ്റവും പ്രീഷ്യസ് ആണ് ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് കിടന്നുറങ്ങി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മനസ്സിലായ, വെറുതെ ടിവിയും കണ്ടുകൊണ്ട് വീട്ടിലിരുന്ന ഒരു ദിവസം കൂടെ പോയി. ഇന്നലെ പോയ ദിവസം ഇനി കിട്ടുമോ? 2024 കിട്ടുമോ? ഇല്ല. ദിവസം കൂടുതലില്ല എന്റെ പൊന്ന സുഹൃത്ത്. ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഒരു വർഷം 365 ദിവസമാണ്. 10 വർഷം എന്ന് പറഞ്ഞാൽ 3650 ദിവസമാണ്. 20 വർഷം എന്ന് പറഞ്ഞാൽ 7300 ദിവസമാണ് അല്ലെ. പലരും പ്രായം കൂടിയ ആളുകളാണ് അതിനകത്തിരിക്കുന്നത് അല്ലെ. ഒരു 20 വർഷമൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ 7300 ദിവസമേ ഉള്ളൂ. അതിനകത്ത് ഓണവും ക്രിസ്മസും മറ്റേ നോമ്പും പെരുന്നാളും ഇല്ലേ, ഇതൊക്കെ കുറെ പോകാനുണ്ട് അതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസമുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ശരിയല്ലേ? അതുകൊണ്ട് ടൈം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ടൈം ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ്.
നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ട പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ജീവിതത്തിലെ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈം പങ്ക്ച്വാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. സമയത്തിന് വില കൊടുക്കുന്ന ആൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ടൈം പ്ലസ് എനർജിയാണ് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ എനർജി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തുക. ഇന്ന് കാണേണ്ട ആളെ ഇപ്പൊ പോയി കാണണം. നാളെയോ മറ്റന്നാളോ പോകാം എന്ന് വെച്ചാൽ നിങ്ങൾ മടി വെച്ചിട്ട് അവിടെ ഇരുന്നാൽ ചിലപ്പോൾ അവർ വേറെ ടീമിലേക്ക് പോയതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവം വന്നിട്ടുണ്ട്. സ്വർണം അല്ലേ? അതുകൊണ്ട് ടൈം ടു ടൈം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ടൈമും എനർജിയും കൂടി ചേരുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക്. നമ്മളൊരു എനർജി വേണം. എനർജി പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുക, വർക്ക് ചെയ്യുക അല്ലെ, അത് അവിടെയാണ് നമ്മൾ എനർജി ഉപയോഗിക്കുന്നത്. എനർജി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിസിക്കൽ എനർജി ഉണ്ട്, മെന്റൽ എനർജി ഉണ്ട് അല്ലെ. മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ശരീരം കൊണ്ട് മാത്രം പോരാ, മനസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം? മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. മനസ്സാണ് സർവ്വതും. മനസ്സ് തളർന്നുപോയാൽ എല്ലാം തീർന്നു. മനസ്സിലായ? നമ്മൾ തളർത്താൻ പലരും ഉണ്ടാവും, പക്ഷേ നമ്മൾ ഉണർത്താൻ ആരും ഉണ്ടാവില്ല. അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. തളർത്താൻ പലരുന്നുണ്ട്. പല കാരണങ്ങൾ കണ്ടിട്ട് പറയും, എന്റെ നൈനെ നിനക്കൊന്നും വേറെ പണിയില്ലേ, നീ ജോലിക്ക് പോയാൽ നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുമല്ലോ അല്ലേ. വെറുതെ കണ്ടവന്റെ വീട്ടിൽ പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം. ഇഷ്ടോ നിനക്ക് നല്ല കുടുംബത്തിൽ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാ ആളുകൾ. ഇങ്ങനെ പല രീതിയിലും നമ്മളെ തളർത്തും. കൂടെ നിൽക്കുന്ന ആളും തളർത്തുന്ന ആളുകളുണ്ടാവും. മനസ്സിലായ? നമ്മൾ പൊങ്ങി വരുമ്പോ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചില വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കും. അതിനൊന്നും മനസ്സ് കൊടുക്കരുത് കേട്ടാ. കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിച്ചോളുക നിങ്ങൾ സക്സസിലേക്ക് പോകുന്ന ഒരു പാത്തിലാണ്, ഒരു വഴിയിലാണ്. കാരണം അവർക്കില്ലാത്ത ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇങ്ങനെ തളർത്താനും തകർത്താനും കുറ്റപ്പെടുത്താനും പുച്ഛിക്കാനൊക്കെ ആളുകൾ വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായേ? ഇല്ലേ? നെറ്റിപ്പെട്ട് ഇങ്ങോട്ട് കെട്ടി ആന ഇങ്ങനെ പോലെ അന്നേരം അവിടുന്ന് ഇവിടുന്ന് പട്ടികൾ വരച്ച് ആന പട്ടിയുടെ അടുത്തേക്ക് പോയി എന്തേ കുരക്കുന്ന ചോദിക്കാറുണ്ടോ? ഇല്ല, ആദ്യം ഇങ്ങനെ അല്ലെ ഗാംഭീര്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ തലയൊക്കെ പിടിച്ച് അങ്ങോട്ട് പോകും അല്ലെ. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകണമെന്നില്ല. ടൈം കൃത്യമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാകണം. ഗോളുകൾ സെറ്റ് ചെയ്യണം. ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യണം. സ്മോൾ ഗോൾസ് ഉണ്ട് അല്ലേ, ലോങ് ടേം ഗോൾ ഉണ്ട്, മിഡ് ടേം ഗോൾ ഉണ്ട്, അങ്ങനെ പല പല ഗോളുകളുണ്ട്. നമ്മൾ പല പല ഗോളുകൾ നമ്മൾ ഈ ആഴ്ചയിൽ ഞാൻ ഇത്ര രൂപ വരുമാനം വാങ്ങിക്കും. എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഗോളാണത്. കേട്ടില്ലേ? ഞാനൊക്കെ വിജയിച്ച വഴിയാണ് പറയുന്നത്. ഈ ആഴ്ച ഇത്ര രൂപ വാങ്ങും. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒരു ഫാമിലി ബോണസ്, ഒരു ഫാമിലി ബോണസിന് 200 രൂപയുടെ പൈസയിൽ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണം. ആരും ഒന്നില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിട്ട് അവിടെയുണ്ട് അവറാച്ചനുണ്ട് അല്ലെ, പുനലൂർ അവറാച്ചനുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആലപ്പുഴയിൽ ബെന്നിയുണ്ട്, ഞാൻ പോയാൽ എന്തായാലും അങ്ങനെ ഒരു 10 പേരുടെ ലിസ്റ്റ് ഉണ്ടായി അവരെ 2 ആളെ കണ്ട ഓക്കെ ആയില്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യണം സുഹൃത്തുക്കളെ. ഒരാഴ്ചയിൽ ഞാൻ ഇത്രയും ഉണ്ടാവും. അപ്പൊ എല്ലാ ആഴ്ചയും 4 ആഴ്ച ഓരോ ഫാമിലി ബോണസ് മേടിച്ച് എത്ര രൂപയായി? 30,000 രൂപയായി. അടുത്ത മാസം നിങ്ങൾ ഞാൻ ഈ ആഴ്ച 2 ഫാമിലി ബോണസ് മേടിക്കുന്നു. അത് നിങ്ങൾ ഡെയിലി റിപ്പീറ്റ് ആവർത്തിച്ച് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് വാങ്ങുന്നു. അല്ല, അത് എഴുതി വെക്കുക രാവിലെ കഴിഞ്ഞിട്ട് ഈ ആഴ്ച 2 ഫാമിലി ബോണസ്. മനസ്സിലായി? അതങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കും. അതാണ് പ്രകൃതി ശക്തി എന്ന്. 2 ഫാമിലി ബോണസിലേക്ക് അടുത്ത ആഴ്ച ആകുമ്പോൾ 3 ആക്കുക അല്ലേ. ഇങ്ങനെ നമ്മൾ ഒരു ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് പറ്റിയ ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ. ടീമിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ അവരുടെ കൂടെ പോയാൽ പോരെ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റക്കോടി നടക്കേണ്ട കാര്യമുണ്ടോ? തുടക്കത്തിൽ ആളെ 2 പേരെ വേണ്ടുള്ളൂ. പിന്നെ അവരുടെ വർക്കിൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്താൽ പോരെ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഒരു ഫോക്കസിലേക്ക് മനസ്സിനെ എത്തിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് വിജയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് വിജയിക്കാതെ പോകും. ആരെങ്കിലും വിളിക്കുമ്പോൾ നോക്കാം, ഇന്ന് ഞാൻ തിരക്കാണ്. നിങ്ങൾക്കൊരു ഗോളും ഇല്ല, ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. ഒരു 2 വീലർ എടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ലക്ഷ്യം വേണ്ടേ അല്ലെ? തിരുവനന്തപുരത്തേക്ക് പോകണം, ആ വഴിക്ക് പോകണം അല്ലെ. കാർ എടുത്തിട്ടാ പോകണം, കോഴിക്കോടേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക് പോകണം അല്ലെ. തിരുവനന്തപുരത്തേക്ക് പോകണം, ഇവിടെ നിന്നാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം, തെക്കോട്ട് പോകണം. ഒരു ലക്ഷ്യമില്ലാതെ പുറപ്പെട്ടാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇതാണ് മേഡം ഇവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത പോയിന്റാണ് മേഡം പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞു അത് ഈ കൂട്ടത്തിൽ തന്നെ. ഈ കംപ്ലൈന്റ് പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കരുത്. പുച്ഛിക്കുന്ന ആളുകളുടെ, കളിയാക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കരുത്. ഒരു 5 സുഹൃത്തുക്കളുടെ സ്വഭാവം എന്താണോ അതാണ് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുക. നമുക്ക് വേണ്ട പോസിറ്റീവ് എനർജി തരുന്ന ആളുകളായിട്ട് നിങ്ങൾ സംസാരിക്കും. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളായിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ, ഞാൻ പോവാണ്, എനിക്ക് പിന്നെ വരാം കേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിവാവണം. അല്ലെ ഫോൺ വിളിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറയണം? ഇതെനിക്കൊരു അർജന്റ് കോൾ വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടാ. ഒരു കോളും വരുന്നുണ്ടാവില്ലേ, ഇവന്റെ നെഗറ്റീവ് കേട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കും അല്ലെ. ദിവസം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക.
അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. അപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും നേരെയാവാത്ത ആളുകളെ മെല്ലെ 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 അങ്ങ് വിട്ടേക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിലേക്ക് വരിക എന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് വെറുത്തു പോകും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ എങ്ങനെയുള്ള ആളുകളാണോ ആ സ്വഭാവം സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് പകരും എന്നുള്ളതാണ് മാഡം പറഞ്ഞതിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈ പോയിന്റുകൾ ഞാനൊന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ, സമയമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും അവരവർക്ക് വിജയിക്കണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകണം. ആദ്യം നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അല്ലെ? ഓ ഇതൊക്കെ എനിക്ക് പറ്റുമോ? ഞാനും വിചാരിച്ചതാ. അന്ന് ശശി സാർ ഇതൊക്കെ വന്ന് പറഞ്ഞപ്പോ എന്റെ സയൻസും മറ്റേ എന്റെ സാറേ ഞാൻ ഇതെങ്ങനെയാ പറയാ, ഈ സയൻസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അതിന്റെ പ്ലാൻ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാം ആളുകൾക്ക്. ഇതിങ്ങനെ ഓടി മറ്റതാക്കും, ഇങ്ങനെ കൂടുതൽ സയൻസ് ഒന്നും പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അതിലുള്ള അനാട്ടമി ഡോക്ടർമാർ പറയുമ്പോൾ ഹൃദയം, മറ്റത് മറിച്ചത്, ലിവർ ഇതൊന്നും നിങ്ങൾ പഠിപ്പിക്കാൻ പോകല്ലേ പ്ലീസ്. അത് പഠിപ്പിക്കാൻ പോയാൽ ആകെ കൺഫ്യൂഷൻ ആവും. വളരെ സിമ്പിൾ ആയിട്ട് വേണം നിങ്ങൾ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ അവർക്ക് എനിക്ക് ഇത് പറയാൻ പറ്റും അല്ലെ? ഇങ്ങനെ ഓരോ അവയവത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിപ്പിക്കുക. എന്തിനാ അതിന്റെ ആവശ്യം? നമുക്ക് ആ സമയം ഉണ്ടെങ്കിൽ പഠിച്ചെടുത്തോളൂ. പക്ഷെ ടീമിലേക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ടീമിനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ ഇന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ, ഇന്ന ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. എന്തുകൊണ്ട് ഷുഗർ ഉണ്ടാകുന്നു പഠിച്ചാൽ നല്ല തന്നെയാണ്. പക്ഷേ ടീമിൽ പഠിപ്പിച്ച് അതേപോലെ പറയാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ പ്രൊഡക്റ്റ് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വയമായിട്ടൊരു ബിലീഫ് ഉണ്ടാവണം. എനിക്ക് സാധിക്കുന്നുള്ള ഒരു ബിലീഫ്, ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ടീമിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് സ്വയം ഉണ്ടാകണം വിജയിക്കണമെങ്കിൽ. നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മളൊരു ലക്ഷ്മണ രേഖക്കകത്താണ് എപ്പോഴും ജീവിക്കുന്നത് അല്ലെ? അതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് മുന്നോട്ട്. ചില വിശ്വാസങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെ നമുക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിക്കണം. എന്നാലേ നമുക്ക് സക്സസ്. 1 വർഷം കൊണ്ട് 1 കോടി നടക്കുവോ? നടക്കാൻ പോണില്ല അല്ലേ? ഇതൊന്നും നടക്കൂല സാറേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആഴ്ചക്ക് ഒരു ഫാമിലി ബോണസ് കിട്ടിയെങ്കിലും ഭാഗ്യം അല്ലേ? ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലോ എന്താവുമായിരുന്നു? 1 വർഷം കൊണ്ട് 1 കോടി കിട്ടുമെന്ന് ഇതിന് പ്ലാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായപ്പോ എനിക്കൊരു വാശിയായിരുന്നു, എനിക്കൊരു ആവേശമായിരുന്നു. കാരണം എന്റെ അവസ്ഥ എനിക്കെല്ലാം അറിയാലോ. വിജയിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമില്ല. അതുകൊണ്ട് അങ്ങനെ രാവും പകലും ഓടിയപ്പോഴാണ് എന്റെ പൊന്നു സുഹൃത്തെ ആ ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആ സബ് കോൺഷ്യസ് മൈൻഡിന് അത് കൊടുത്താൽ അതിലേക്ക് നിങ്ങളെ നയിക്കും. പിന്നീട് അങ്ങനെയാ നേടിയത്, ചുമ്മാ നേടിയല്ല. ഇപ്പൊ എന്റെ ബിലീഫ് സിസ്റ്റം എന്താ പറയാ, ഒരു ദിവസം അല്ലെ 1 മാസം നമുക്ക് 37,80,000 രൂപ കിട്ടും അല്ലെ? റീപർച്ചേസിലൂടെ വേൾഡ് ക്ലാസ് റീപർച്ചേസ് പ്ലാനാണ് നമ്മുടെ. 37,80,000 1 മാസം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് വന്നപ്പോ ഞാനും ലക്ഷ്യം വെച്ചിരിക്കും ഒരു 45 ലക്ഷം രൂപ ഓരോ മാസവും വാങ്ങണം എന്നുള്ളത്. നടക്കുവോ? നിങ്ങൾ വരും നടക്കൂല. ഞാൻ പറയും നടക്കും. നിങ്ങൾ കണ്ടോ? വെയിറ്റ് ആൻഡ് സീ. മനസ്സിലായില്ലേ? ഇപ്പൊ തുടങ്ങിയാലുള്ളൂ കളി. 10 മാസം കൊണ്ട് 1 കോടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഓരോ മാസവും 45 lakhs എവരി 30 days ഇൻകം. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 45 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വരണം പ്രത്യേകം. ആ ഒരു ഗോളായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ കൊടുത്തോണ്ടിരിക്കും. 45 lakhs പെർ മന്ത്. ഇവിടെ അവസരമില്ലേ? എനിക്ക് മാത്രമാണ് അവസരം? ഇവിടെ തുടങ്ങിയോ കളി? ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ അല്ലെ? 3 ലക്ഷം കസ്റ്റമറെ കേരളത്തിലായിട്ടുള്ളൂ. ഇന്ത്യയിൽ ആകെ 30-35 ലക്ഷം കസ്റ്റമേഴ്സേ ആയിട്ടുള്ളൂ. 1% ആയോ? പിന്നെന്താ സാധിക്കാത്തത്? ഇതൊന്നും സാധിക്കൂല എന്ന് പറഞ്ഞിരിക്കും. അതൊക്കെ മുകളിൽ നിൽക്കുന്നവർക്ക് കിട്ടുള്ളൂ, നമുക്കൊന്നും കിട്ടൂല. എന്ത് മുകളിലും താഴെയൊന്നും ബയോട്ടോറിയത്തിലില്ല. 100 PV വെച്ചാൽ എനിക്കും 6,820 രൂപ കിട്ടുള്ളൂ, നിങ്ങൾക്കും 6,820. അല്ലാണ്ട് സാഗർ സാറ് മനോജിന് ഒരു കൂടുതൽ കൊടുത്തേക്കാച്ച് 10 പൈസ തരില്ല. നിങ്ങൾക്കും 6,800, എനിക്കും 6,800. എത്ര ആളുകൾ എന്റെ അപ്പുറത്ത് 6,800 എനിക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയ? അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റണം, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റണം. എനിക്ക് സാധിക്കുന്നത് നേടാൻ പറ്റുന്ന ഒരു പ്ലാനിങ് നിങ്ങൾ ഇപ്പൊ തയ്യാറാക്കാൻ പറ്റുക. ഡെയിലി അത് എന്ത് ചെയ്യണം എന്നറിയാം, എഴുതണം. അതിനാ വേണ്ടി മാത്രം ഒരു നോട്ട്ബുക്ക് വാങ്ങി കോപ്പി എഴുതില്ല പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇല്ലേ? മിനി ടീച്ചറെ കുട്ടികളെ കൊണ്ട് എഴുതിക്കാറില്ലേ? അതുപോലെ രാവിലെ എഴുന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെർ മന്ത് 45 lakh rupees പെർ മന്ത് ഇങ്ങനെ എഴുതി ഒരു
എഴുതിക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസം നടത്തും കേട്ടാ. അമ്പിളി മേഡം അല്ല, ഞാൻ കാണുന്ന ആളെ പേര് വിളിച്ചു എന്നുള്ളൂ. ഖദീജ മേഡം അല്ല, വീഡിയോ ഫോട്ടോ കാണുന്ന ആളുകൾ, സോറി, വീഡിയോ ഓൺ ആക്കിയവരുടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം. രാവിലെ എഴുന്നേറ്റുണ്ട് ഒരു ദോശ ഉണ്ടാക്കാൻ, ഇഡ്ഡലി ആക്കാനൊന്നും പോണ്ട. ഭർത്താവിനോട് പറഞ്ഞു ദോശയൊക്കെ ഉണ്ടാക്കണം, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. തമാശ പറഞ്ഞേണ്ട. ഇതെടുത്തിട്ട് കോപ്പി എഴുതാൻ രാവിലെ അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാ പോരെ. എന്നിട്ട് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യും. ഇതിങ്ങനെ ഒരു 10 തവണ എഴുതിയാൽ മതി. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു 10 തവണ ആവർത്തിച്ചാൽ അതിന് പിറ്റേ ദിവസം എഴുതണം. ഇതൊക്കെ കാണുമ്പോൾ മക്കളും ഭർത്താക്കന്മാരൊക്കെ ചിരിച്ച് കളിയാക്കാൻ, എന്റെ പൊട്ടത്തിയാണ്, ഇതൊന്നും അടക്കാൻ വേണ്ടി പോകണില്ല. മനസ്സിലായ? ഇങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ചെറിയ ചെറിയ ടിപ്സ് ആണ് ഇതൊക്കെ. രാവിലെ എന്നിട്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ എന്താ വെച്ചാൽ അത് എഴുതുക. നിങ്ങൾക്ക് നേടാനുള്ള ആഗ്രഹങ്ങൾ ഒരു ബുക്കിൽ, ഒരു വൈറ്റ് പേപ്പറിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കണം. നീലമഷി ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് നീലമഷിയാണ്. മനസ്സിലായില്ലേ? കറുപ്പും ചുവപ്പും വേണ്ട, നീലമഷിയുടെ പേന വാങ്ങിക്കുക കേട്ടാ. അത് എഴുതി വെച്ചോളൂ. നമ്മൾ 1 by 1 ആയിട്ട് ഈ പ്രകൃതി നടത്തിയത്. ഓക്കെ, അപ്പൊ സമയമെടുക്കും കുറച്ച്. അപ്പൊ ചെറിയ ചെറിയ ഗോളുകൾ ആദ്യം നിങ്ങൾ എഴുതൂ. ഒരു മാസത്തേക്ക് ഇത്ര, അങ്ങനെ ചെറിയ ചെറിയ, വലിയ ഗോളും നിങ്ങൾ എഴുതണം, അല്ല എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി, എനിക്കൊന്നും സാധിക്കൂല എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതിനെ പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ വലിയ സക്സസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ലേ? നിരവധി ഇലക്ഷനിൽ പരാജയപ്പെട്ടത് 18ാമത്തെ ഇലക്ഷനിൽ എങ്ങനെയാണ് ഇല്ലേ എബ്രഹാം ലിങ്കൺ ജയിച്ചത്? അദ്ദേഹം പറഞ്ഞത് തോറ്റു തുന്നമ്പാടി ഇല്ലേ. നമ്മൾ രാജഗോപാൽ കേരളത്തില്, അയാൾ എല്ലാ തെരഞ്ഞെടുപ്പിലും തോക്കലാണ് അല്ലേ. അവസാനം ജയിച്ചില്ലേ ഇല്ലേ? ദേവത്ത് ഒരു പ്രാവശ്യം ജയിച്ചു, ഓർമ്മയില്ല ആൾക്ക്, MLA ആയില്ലേ ഇല്ലേ? ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ലോ. കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പറഞ്ഞു നീ അവിടെ പോയി നിൽക്കണം, ഒരു സിനിമ നടന്നു. അയ്യോ ഞാൻ മത്സരിക്കാനില്ലെന്ന്, മത്സരിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം മനസ്സോട് കൂടിയിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചു, സിനിമ നടൻ. അമ്പെ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് അതേ ജയിക്കൂല, അമ്പെ പരാജയപ്പെട്ടു. 5 വർഷം അദ്ദേഹം എന്ത് ചെയ്യുന്ന ആ പരാജയപ്പെട്ടെടുക്കുന്ന അദ്ദേഹത്തിന് ഒരു ആവേശമുണ്ട്, ഇവിടെ ജയിച്ചേ പറ്റുള്ളൂ. മനസ്സിലായ? അതുപോലെ പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മൾ പലരും ജീവിതത്തിൽ അല്ലെ. അപ്പൊ വിജയിച്ചേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ വിജയിക്കും. ആ സബ് കോൺഷ്യസ് മൈൻഡിന് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉറപ്പൊഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വീണ്ടും ഇലക്ഷൻ വന്നപ്പോ അതേ പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ പോയി മത്സരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ മത്സരത്തിന് വന്നേരം പറഞ്ഞു ഇത് കേരളമാണ്, ഇവിടെ നടക്കില്ല മോനെ അല്ലെ. ഇത് മതേതര കേരളമാണ്, രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു, ഇത് നടക്കില്ല മോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊട്ടും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. പക്ഷെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ബാലറ്റ് പൊട്ടിച്ച് തുറന്നപ്പോ അല്ലേ നല്ല വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, MP ആയി മാറി എന്നുള്ളതാണ്. മനസ്സിലായ? കാരണം അദ്ദേഹം സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തു, ഞാൻ അടുത്ത വർഷം എന്തായാലും ഇവിടെ ജയിച്ചിരിക്കും എന്നുള്ള ഒരു ഇല്ലേ തീവ്രമായ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് 5 വർഷം ആ മണ്ഡലത്തിൽ തന്നെ നടന്നപ്പോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു, അത്ഭുതം സൃഷ്ടിച്ചു അല്ലെ. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുത്ത കാര്യമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. മനസ്സിലായ? രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു നീ അടക്കാൻ പോകണില്ല, ഇതൊന്നും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവേശവും അല്ലെ ഒരു ഉറച്ച തീരുമാനവും ഒരു കോൺഫിഡൻസും ഒരു ബിലീഫ് സിസ്റ്റവും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. നോ ഡൗട്ട്. അതിന്റെ പിറകെ നടക്കണം, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതുകൊണ്ട് നിർത്താൻ പോവാണ്. പലരും പറയും ഇയാളെന്തെ നിർത്താണ്ട് പണ്ടാരം, എനിക്ക് ദോശ ഉണ്ടാക്കണം, കുട്ടികൾക്ക് പോകണം, സ്കൂളിൽ പോകണം അല്ലേ. അപ്പൊ നിർത്താൻ പോകും, സോറി. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാക്കുക, ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് പൊട്ടിച്ചെറിഞ്ഞിട്ട് നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളൊരു പുതിയ ഒരു നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചെങ്കിൽ ഒരു സംശയം വേണ്ട. അതുപോലെ ഡെയിലി അഫർമേഷൻസ് എടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണത്. അഫർമേഷൻസിൽ ഐ ക്യാൻ ഡു ഇറ്റ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന് വേണ്ടി എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഫർമേഷൻസ് എടുക്കുന്നത്. രാവിലെ എനിക്കത് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ് ഒരു 5-10 തവണ നിങ്ങൾ ആവേശത്തോടെ പറഞ്ഞ് നിറഞ്ഞു തുള്ളണം വീടിനകത്ത്. മനസ്സിലായ? ഒരു എക്സസൈസും കൂടെയാണ്. രാവിലെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സസൈസും ആവും. മനസ്സിലായ? ഒരു 5-10 തവണ പറയാം. ടുഡേ ഈസ് മൈ ഡേ അല്ലെ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ഇങ്ങനെ ഒരു ജമ്പ് ചെയ്താൽ മതി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അല്ലെ. അവസാനം
വരുന്നത്. ഞാൻ ഞാനൊരു വിഷ്വൽസ് ഒരു 5 minutes ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ 5-10 പേര് എടുത്തോ, പോല നിങ്ങളിൽ ബോഡിയിൽ വലിയ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കും. ഹോർമോണൽ ചേഞ്ചസ് ആണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. മനസ്സിലായ? ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കണം. നമ്മുടെ ശരീരം കൂടെ അതിനൊന്ന് പ്രാപ്തമാക്കണം. മനസ്സിനെ ഒന്ന് ശരീരം കൊണ്ടൊന്ന് ഇളക്കി റെഡിയാക്കുമ്പോൾ മനസ്സും കറക്റ്റ് ആവും. മനസ്സിലായ? മനസ്സിന്റെ വഴികൾ തുറന്നു കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയുള്ള അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി എടുക്കുക, ഒരു 10 മിനിറ്റ്. ഒരു ചെറിയൊരു എക്സസൈസും ആയി, എല്ലാമായി. ഇപ്പൊ പോസിറ്റീവ് മൈൻഡ് നമ്മളേക്ക് എത്തും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെ നെഗറ്റീവ് മൈൻഡ് എല്ലാം അങ്ങോട്ട് മാറും. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഉണ്ടാവും, ആവേശം ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ എല്ലാവരും ഫീൽഡിലേക്ക് പോകാൻ തയ്യാറായല്ലോ അല്ലെ? മാനസികമായിട്ട് അതാണ്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ആ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക. കളിയാക്കിക്കോട്ടെ, ഓ ഖദീജ വലിയ ഡോക്ടറായിപ്പോ എന്ന് പറയും അല്ലേ? ആ എന്ത് പറഞ്ഞോട്ടെ, ഇതൊക്കെ പൊട്ടിപ്പോവും കേട്ടാ, നാട്ടിൽ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ പറയും. എന്റെ പണ്ടൊക്കെ കുറെ വന്നതാ, ഞാനൊക്കെ അതിനകത്ത് എന്റെ കാശ് പോയതാ മക്കളെ, വെറുതെ നടക്കല്ലേ ഇതിനൊക്കെ എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞോട്ടെ അല്ലെ? ഇന്നും ബയോട്ടോറിയം ഇല്ലേ, അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന വേൾഡിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ. ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് കൂട്ടിപ്പോന്നൊക്കെ പറയും ചിലപ്പോ. തലയോ കിട്ടുള്ളൂ. കൂടെ വന്ന ആൾക്ക് ചായ മടിച്ചു കൊടുക്കാൻ തയ്യാറാവണം. മനസ്സിലായ? അതൊക്കെ നമ്മൾ ചെയ്യണം. ഉച്ചക്ക് വിശന്നുകൊണ്ട് വർക്കിന് പോകരുത്. കാശില്ലെങ്കിൽ നിങ്ങൾ സ്വരൂപം എല്ലാവരും കൂടി എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം. അല്ലെ? പറ്റി നമ്മളെ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യൂ. നിങ്ങൾക്ക് തനിയെ വരുമാനം വന്നോളൂ. മനസ്സിലായ? നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പോകുള്ളൂ. നമ്മുടെ ഒരു സൈഡിൽ വന്ന ആൾക്ക് ഫാമിലി ബോണസ് ഉണ്ടാവും. അപ്പൊ നിരാശപ്പെടരുത്. എനിക്ക് ഫാമിലി ബോണസ് കിട്ടിയില്ലോ അല്ലേ? മൈമൂനക്ക് ലെഫ്റ്റും റൈറ്റും ആളായ ഇന്നലെ ഫാമിലി ബോണസ് കിട്ടി, കഴിഞ്ഞ ആഴ്ചയും ഫാമിലി ബോണസ് കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ലോ. ഡോണ്ട് വറി, നിങ്ങൾക്ക് ദൈവം അതിന്റെ ഇരട്ടി തരും. ചിലപ്പോൾ അങ്ങനെ വരാറുണ്ടല്ലേ, നമ്മുടെ ഒരു 1 സൈഡിലുള്ള ആളുകൾക്ക് ഫാമിലി ബോണസ് കിട്ടും, അപ്പൊ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ മറ്റേ സൈഡിലേക്ക് അതിനേക്കാൾ അതിശക്തനായ ആളുകളെ നിങ്ങൾക്ക് ദൈവം കൊണ്ട് തരുന്നു. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാകരുത്. എനിക്ക് കാശ് കിട്ടിയില്ല, ടീമിൽ വന്ന ആൾക്ക് കാശ് കിട്ടി. ടീമിൽ വന്ന ആൾക്ക് കാശ് കിട്ടട്ടെ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന്റെ ഇരട്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ അങ്ങനെ ഒരു സൈഡ് പോകുമ്പോൾ അവർക്കൊക്കെ ഉണ്ട്, എനിക്കില്ല എന്ന് വെച്ചാൽ വറീഡാവും. പിന്നെ അവര് വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. എനിക്കൊന്നും സമയമൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഹ്യൂമൻ സൈക്കോളജി ഞാൻ പറഞ്ഞത്. അല്ലേ? നമ്മളൊരു സൈഡിലേക്ക് ഫാമിലി വിട്ടു പോകുന്നവർ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മളവർ തലോടുണ്ട്, അടിപൊളി, നീ സൂപ്പർ ആട്ടോ, അടിപൊളി, ഇങ്ങനെയാ നമ്മൾ പറയണ്ട്. അവരുടെ കൂടെ വർക്കിന് പോ. അടുത്ത ദിവസം നമുക്ക് ഇപ്പുറത്തെ സൈഡ് അതിനേക്കാളും നല്ല ആളുകൾ വരും. ഇവര് സെറ്റായ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണം നമുക്ക്. ശരിയല്ലേ? അങ്ങനെ മാനസികമായി കുറെ കൊണ്ട് നമ്മൾ ഉയരേണ്ടതുണ്ട്. ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ കൊടുക്കുക, നമ്മുടെ ടീമിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് വരുമാനം കിട്ടും. കൂടുതൽ യാത്ര ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴൊക്കെ ചെലവാക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പുറകോട്ട് മാറി നിൽക്കരുത്. പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ചെലവാക്കണം കേട്ടോ. അവൾ കൊടുക്കട്ടെ, ഇവൻ കൊടുക്കട്ടെ, മറ്റേ അപ്ലൈൻ അല്ലേ, അപ്ലൈൻ കൊടുക്കട്ടെ എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾക്ക് അതിന്റെ 100 ഇരട്ടി ദൈവം തമ്പുരാൻ തരും. ഒരു സംശയം വേണ്ട. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് ആ പോളിസിയിലൂടെ മുന്നോട്ട് പോകുക. നിങ്ങൾ എല്ലാവരും മാഡം പറഞ്ഞ അൺസക്സസ്ഫുൾ പീപ്പിളിന്റെ കൂട്ടത്തിലല്ല, എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് മാറുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറെ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ വലിയ സക്സസ് ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് മിനിമയുടെ അടുത്ത്. എല്ലാവരെയും കണ്ണും ഹൃദയവും ഒക്കെ തുറന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുറക്കുന്നത് എന്താണ്? ഹൃദയമാണ് അല്ലെ? അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും ഹൃദയം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കും, അല്ലാണ്ട് ഹൃദയം അടഞ്ഞിരിക്കും. അറിയോ നിങ്ങൾക്ക്? ഞാൻ വേറെ ദിവസം പറഞ്ഞുതരാം. അപ്പോ നിങ്ങളുടെ ഹൃദയവും മനസ്സും തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പ്രതീക്ഷകളോടെ ആവേശത്തോടുകൂടി പുതിയ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളോടെയും നിർത്തട്ടെ. കൂടുതൽ ആളുകളെ കാണുക. എല്ലാവർക്കും ഡെയിലി ഫാമിലി ബോണസ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. വേൾഡിലെ നമ്പർ 1 കമ്പനിയായിട്ട് ബയോട്ടോറിയം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ എന്നുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്. ജയ് ബയോട്ടോറിയം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ വിലപ്പെട്ട മിനിമം പറഞ്ഞ പോയിന്റ്സ് വെച്ച് നമുക്ക് സാർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെ മൊത്തം ശരിക്കും വലിയൊരു പവറിലോട്ട് സാർ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വാശി വേണം,
ആരോടാണ്? എന്നോട് തന്നെ വാശി വേണം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമാണ് നമ്മുടെ സമയം. അപ്പൊ ഓരോ സമയം നമുക്ക് വിലപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് അധ്വാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം, വർഷങ്ങൾ ജോലി ചെയ്തിട്ടും നമുക്കൊരു 50,000 രൂപ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഇല്ല. പക്ഷെ ഈ ഒരു പ്രൊഫഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊന്ന് മുറുകെ പിടിച്ചാലും നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മൾ കിടന്നുറങ്ങിയാലും, നമ്മളെവിടെ ടൂറിന് പോയാലും, നമ്മുടെ എത്ര സമയം നഷ്ടപ്പെട്ടാലും, പക്ഷെ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ അത് ഈ പറഞ്ഞ ഞാനാണെങ്കിൽ അത് ചിന്തിക്കുന്നില്ല. ഇപ്പോഴും ഒരു 10,000 രൂപ ജോലി കിട്ടുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളെപ്പോഴും. അപ്പൊ നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പം ഉറച്ചു പറയുന്നു, നമ്പർ 1 പ്രൊഫഷനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്പർ 1 പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, നമ്പർ 1 കമ്പനിയാണ് ചെയ്യുന്നത്, നമ്പർ 1 MD ആണ് നമുക്കുള്ളത്, നമ്പർ 1 സോഫ്റ്റ്വെയർ ആണ്. ഇനി നമ്മളും കൂടെ നമ്പർ 1 ആയാൽ നമ്മൾ എല്ലാവരും ഒരുപോലെ നമ്മൾ വിജയിക്കും. സാറ് പറഞ്ഞതുപോലെ ലോട്ടറിക്കാരൻ പറയുമ്പോൾ ഒരാൾക്ക് മാത്രമേ കോടീശ്വരനാകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും കോടീശ്വരനാകാൻ പറ്റും. നമ്മുടെ മക്കളെ കാണുക, നമ്മുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മൾ വിലയിരുത്തുക. ഓക്കെ, അപ്പൊ ഈ ഒരു 2026 നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു. ഇന്ന് ക്ലാസ് എടുത്ത മിനിമാമിന് സ്പെഷ്യലായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മനു സാറിനും ഒക്കെ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു സോ മച്ച്.